ഇപ്പോ ചൈതന്യ ഒരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഡേ ബൈ ഡേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇയേഴ്സ് ആയവരാണ്. ആ ഒരു ട്രെൻഡിനൊപ്പം നിൽക്കാനും എന്താ പറയുക, പുതിയ ആളുകൾ വരുന്നു. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പൊസിഷൻ അതുപോലെ നിലനിർത്തണം. അതിന് എഫേർട്സ് കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരാറുണ്ടോ? എഫേർട്സ് എടുക്കണം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു കോണ്ടന്റ് ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് അത്ര വലിയ പെട്ടെന്ന് കോണ്ടന്റ് കിട്ടുന്ന ഒരു രീതിയിലല്ല എൻ്റെ മൈൻഡുള്ളത്. ഞാൻ കുറെ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ട്രെൻഡ് നോക്കണം. ഇപ്പൊ ഫാഷൻ, ബ്യൂട്ടി, അങ്ങനെ കുറെ ഏരിയാസ് ഒക്കെ വന്നു. നമ്മൾ തുടങ്ങിയ പോലെയല്ല, തുടക്കത്തിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒരു ഫോൺ എടുക്കുക, വീഡിയോ ചെയ്യുക, അങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെ എന്താ പറയാ സെക്ഷൻസ് ആയിട്ട് വന്നു. ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഫാഷൻ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതെ കോമഡി. അപ്പൊ നമ്മള് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, തിങ്ക് ചെയ്ത് നോക്കാം നമുക്ക് ഏതാ വർക്ക് ആവുന്നത്, ഓഡിയൻസിന് ഏതാ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ കുറെ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ പോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ചില കോണ്ടന്റ് ഇടുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അപ്പൊ നമ്മൾ പിന്നെ അത് മാറ്റി പിടിക്കണം. അങ്ങനെ ഞാനിങ്ങനെ ഇതിനു മുമ്പായാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ അതിനെ ഒരു ജോലിയായിട്ട് കാണാത്ത ആളുകളുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിനെ ഒരു അതും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സംഭവമാണല്ലോ, എന്നാൽ അതിനെ അതിൻ്റെതായ പ്രാധാന്യം തന്ന് ഒരു ജോലിയായിട്ട് കാണാത്തതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതിപ്പോഴും ഞാനിപ്പം എന്താ ചെയ്യുന്നത്, അതിപ്പോ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോഴും ചോദിക്കുക അതൊക്കെ ഒരു ജോലിയാണോ, സിനിമ മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേന്ന് ചോദിക്കുന്നവരാണ്. ഇപ്പൊ നമുക്ക് എല്ലാവരും ഇത് പറഞ്ഞപ്പോഴേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ചിരിച്ചെന്താണെന്നറിയോ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ, ഫ്രണ്ടിന്റെ വൈഫിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അങ്കിൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ആക്ടറാണ്. ഞാൻ സിനിമ കഴിഞ്ഞിട്ടൊക്കെ, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ക്യൂവിന്റെ മുന്നല്ല, ഞാൻ ആക്ടറാണ്. അതെ, മോൻ എന്താ ചെയ്യുന്ന ജോലി? ഗവൺമെന്റ് ജോലിയൊന്നുമില്ലേ? ജോലിയൊന്നും ഇല്ല അങ്കിളെ എനിക്ക് പറയേണ്ടി വന്നു. എനിക്ക് അങ്കിളിനെ ഇനിയിപ്പോ പിന്നെ പോയി തിരുത്തിയിട്ട് ഞാൻ വീട്ടിൽ ചുമ്മാ വന്നല്ലേ, ഞാൻ പോയി ജോലിയൊന്നും ഇല്ല, ഇങ്ങനെ സിനിമയൊക്കെയാണ് അങ്കിളെ എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് കൂടുതലൊന്നും ഇപ്പൊ അവിടെ പോയൊന്നും തിരുത്തിയിട്ട് ഞാനിപ്പോ അവിടെ വന്നാണല്ലോ. അപ്പൊ ഞാൻ പറയാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അങ്ങനെ ചോദിച്ചെന്ന് പറയും, നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെ. മാത്യുവിന്റെ അടുത്തൊരു ഇതാണ് എനിക്ക് തോന്നുന്നു, നമ്മളൊരു ബിഗ് സ്റ്റാർ ഒക്കെ ആവണം. അപ്പൊ പിന്നെ അവർക്ക് നമ്മളെ അറിയാം. അല്ലാതെ പോകുമ്പോഴത്തേക്കും പിള്ളേരെന്തൊക്കെയോ ചെയ്യുന്നു ഇതൊക്കെ ഉള്ള രീതി. പിന്നെ എന്റെ കണ്ണില് ഇപ്പൊ ഏതൊരു ജോബിനായാലും ഏതൊരു കാര്യം ചെയ്യുന്നതിനായാലും അതിൻ്റെതായ പാടുകളുണ്ട്. അതിപ്പോ നമ്മള് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാള് അവര് ചെയ്യുന്ന ജോലി ഇത്രയും പാടാന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നു, ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ എല്ലാരും ഇരുത്തി പറഞ്ഞു കൊടുക്കാനും പറ്റില്ലല്ലോ. എല്ലാവരുടെയും ചിന്താഗതി നമ്മളിപ്പോ നമുക്ക് എല്ലാരെയും നമുക്ക് പറഞ്ഞ് കൊറേ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബെറ്റർ ഇപ്പോ എനിക്ക് ചൈതന്യയോട് ചോദിക്കാനുള്ള, ഇപ്പം പെട്ടെന്നൊരു ദിവസം ചൈതന്യയുടെ ഈ ഫെയിം ആണെങ്കിലും എല്ലാ ഫോളോവേഴ്സ് ആണെങ്കിലും പെട്ടെന്നൊരു ദിവസം വാനിഷ് ആയിപ്പോയി. അപ്പൊ ആരായിരിക്കും ചൈതന്യയുടെ ലൈഫിൽ കൂടെ നിന്ന് ചൈതന്യ ആരാണെന്ന് ചൈതന്യ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആ ഒരാള്, ലൈഫിൽ അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കാൻ പോകുന്ന ആളാരായിരിക്കും? അമ്മ, അച്ഛൻ. അമ്മ, അച്ഛൻ അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള, നല്ല സപ്പോർട്ടാണ്. അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് എപ്പോഴും നോക്കി എടുക്കുന്ന ഒരു ക്വാളിറ്റി എന്താണ് ചൈതന്യ? എനിക്ക് ക്വാളിറ്റി എന്നല്ല, ഇപ്പം ഞാനെന്ന് പറയാം, ഞാനിപ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് അച്ഛനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അച്ഛൻ ചിന്തിക്കുന്ന പോലെയാ ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കതൊക്കെ ഞാനിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിന് ഞാൻ ഭയങ്കര, അതായത് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളല്ല ഞാനായിട്ടിരിക്കുന്നത്. അതെ അതെ, ആ ഒരു പേഴ്സണാലിറ്റിയിൽ ഹാപ്പിയാണ്. അതങ്ങനെ ആക്കിയത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, ഞാനായിട്ടല്ല അങ്ങനെ പറയുന്നത്. അവരാണ് എനിക്ക് തെറ്റേതാ ശരിയേതാ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. അശ്വിന്റെ ജീവിതത്തിൽ അതേപോലെ എല്ലാത്തിനും എന്തൊക്കെ ഉണ്ടായാലും അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാത്തിനും അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ആ കുറച്ച് പേര് അല്ലെങ്കിൽ ആ ഒരാള് അതാരായിരിക്കും?
ആദ്യം പറയാം കുറച്ച് പേരാ. പപ്പ, മമ്മി, പിന്നെ വൈഫ്, പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അങ്ങനെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഭയങ്കര അധികം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എല്ലാ നമുക്ക് അതാണ് നമ്മുടെ ഇപ്പം എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഞങ്ങൾ +2 മുതൽ തുടങ്ങിയ റിലേഷനാണ്. +2. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ പറയും, വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയും, ഞാൻ ആക്ടർ ആകാൻ പോവാണ്, ഇങ്ങനെയാണ്, ഇതായിരിക്കും എൻ്റെ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോ ഒരിക്കൽ പോലും അവള് മറ്റേ ഒരു ഡൗട്ടില്ലേ ഇത് രക്ഷപ്പെടുവോ അങ്ങനത്തെ അന്ന് ഒരിക്കലും അവള് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, എൻ്റെ കൂട്ടുകാർക്കിടയിൽ പറയാം, കൂട്ടുകാർക്കും അറിയാം ഞാൻ ഇതിൽ പോകുന്നത്. പിന്നെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും തമാശക്ക് പറയും, പണ്ട് മമ്മി പ്രാർത്ഥിക്കും, ഇവന്റെ സിനിമ പ്രാന്ത് നിക്കണേന്ന് പറയും. അതേ മമ്മി ഇപ്പൊ പ്രാർത്ഥിക്കും ഇവന്റെ സിനിമ കിട്ടണേന്ന് പ്രാർത്ഥിക്കും. അവർക്കെന്ന് പറയുമ്പോ അവര് നമ്മളെ ഒന്ന് സേഫ് ഇതിലോട്ട് എത്തിക്കാനുള്ളതാണ്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഇവരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡ്രീമിന് പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചൈതന്യ, ഇന്ദ്രൻ സേട്ടനായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ഇന്ദ്രൻ സേട്ടൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അല്ലാതെ സെറ്റിൽ ഇന്റർവ്യൂസ് ഒക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ആള് ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര ആറ്റം ബോംബ്, ഭയങ്കര കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പറയും എന്നൊക്കെ. ഇന്ദ്രൻ സേട്ടനായിട്ടുള്ള സെറ്റിൽ ഒരു മെമ്മറി പറയോ? ഇന്ദ്രൻ സേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, കണ്ടതുമില്ല. എനിക്കായിരുന്നു ആ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളിയാട്ടോ ഇന്ദ്രൻ ചേട്ടൻ്റെ. അതായത് ഇവരുടെ ഇങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമെന്ന് പറയോ, സ്വാഭാവികമായിട്ട് നമ്മുടെ ആക്ടിങ്ങും റിഫൈൻഡ് ആയിക്കൊണ്ട്. കാരണം ആക്ടിങ് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ആക്ടിങ് റിയാക്ടിങ് ആണെന്ന്. അപ്പോൾ ഒരാൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ മീറ്റർ ചിലപ്പോൾ നമുക്കും അതേ മീറ്ററിലോട്ട് നമുക്കും കയറാൻ ഒക്കെ അവസരം. ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് ഒരു നല്ല ഒരു സീൻ. എനിക്ക് ആക്ച്വലി ആ സീന് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച ആ ഒന്നിച്ചൊരു സീനുണ്ട്, അത് എൻ്റെ റിയൽ ലൈഫിൽ കുറെ നടന്നിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ഇതിനകത്തൊരു പ്രൊഡ്യൂസറിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു, ഇപ്പം കഥ പറയാൻ പോകുന്ന. എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അത്രയും നേരം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഇന്ദ്രൻ ചേട്ടൻ പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ പ്രൊഡ്യൂസറിന്റെ രീതിയിലോട്ട് നമ്മളോട് പെരുമാറുന്നതും. അശ്വിൻ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണല്ലേ റൊണാൾഡോ, റിയൽ ലൈഫ് ആയിട്ടല്ലേ ഒത്തിരി കണക്ട് ചെയ്യാൻ. അതാ പറയുന്നത്, സിനിമ മാത്രമല്ല കേട്ടോ, ഇത് പാഷന്റെ പുറകെ കിടക്കുന്ന എല്ലാവർക്കും കണക്ട്. ഈ ഒരു ലൈഫ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്കകത്ത് മറ്റു സിനിമകളുണ്ട്, മറ്റു കഥകളുണ്ട്, അത് കണക്ട് ആവുന്ന വേറെ ഒരുപാട് ജോണേഴ്സ് വരുന്നുണ്ട്. ത്രില്ലർ ഉണ്ട് ഇതിനകത്ത്, റൊമാൻസ് ഉണ്ട്, എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്തു നിന്ന് ഒരുപാട് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പൊ ഇവരുടെ കൂടെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ റിയാക്ഷൻ കണ്ട് വണ്ടർ അടിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മള് ഇപ്പം ഒരു വൈഡ് എടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഫ്രെയിമിലാണെങ്കിൽ നമ്മളും പെർഫോം ചെയ്യണമെന്നുള്ളത് നമ്മൾ നിൽക്കില്ല. അല്ലാതെ നമുക്ക് ഈ സജഷൻ ഷോട്ട്സ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസ് കാണാം. അപ്പം ചിലപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ലുക്ക് കൊടുക്കുന്ന വേറെ അടുത്തായിരിക്കും, പക്ഷെ എന്നിട്ട് നമ്മളോട് നോക്കി പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, അവര് പെർഫോം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിന്റെ ഇത് ഇങ്ങനെയുള്ളവരോട് അഭിനയിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവര് ചിലപ്പം നമ്മളോട് ഒറ്റ വരിയിൽ അവർ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയും. പക്ഷെ അത് അവര് കുറെ നാളെടുത്തിട്ട് ഒരു സംഭവമായിരിക്കും. അതാണ് ഇങ്ങരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഗുണം. അപ്പൊ എന്നാ നമ്മുടെ സിനിമയുടെ റിലീസ് എന്നായിരിക്കും? 25th ജൂലൈ 25-ാം തീയതി റിലീസ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഈ മൂവി ഒരുപാട് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എന്തായാലും അവർക്കും ഒരു നാൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ സിനിമ റിയലി നടന്ന് ഇത് റിനോ ചേട്ടൻ, ഇതില് പ്രൊഡ്യൂസ് ചെയ്തവര്, ഇവരെല്ലാരും തന്നെ അവർക്കൊരു നല്ല സിനിമ ചെയ്യണം. അവരൊരു ബിസിനസ് മൈൻഡിലല്ല, അവർക്കൊരു നല്ലൊരു സിനിമ ചെയ്യണം, ആ സിനിമ എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വന്നതാണ്. ഒരു അതിനെ ഒരു ജേർണി ഉണ്ട് ഈ സിനിമ ഉണ്ടായതും സംഭവിച്ചതും. ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുമ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് അത്ര ടൈമും എഫേർട്ടും എല്ലാം എടുക്കും. റിനോയ് ചേട്ടൻ ഒറ്റൊരു ഫോക്കസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സിനിമ ചെയ്യണം. അതാണ് ഈ
കാരണം ഒരു സിനിമയ്ക്കകത്ത് പല സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ത്രില്ലറും ഇതും ഒക്കെ എല്ലാം വരുമ്പോൾ വരും പല രീതിയിൽ അത് എടുക്കണം. ഈ സിനിമ എടുത്ത പോലെ ആയിരിക്കില്ല ആ സിനിമ എടുക്കണം. എടുക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല ഒരേപോലെ എടുത്താൽ. അപ്പൊ പ്രൊഡ്യൂസേഴ്സും അവരെല്ലാം അവരുടെ കൂടെ കട്ടക്കി നിൽക്കണം. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു നല്ലൊരു ആകട്ടെ, നല്ല മൂവി ആയിട്ട്. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ കാണാനായിട്ട്. അപ്പൊ എന്തായാലും സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ ഈ ഒരു മൂവി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.